അപ്സര ഇനി കളിച്ച് ബഹുദൂരം കുതിച്ച് കയറാനുള്ള ചാൻസസ് ഉണ്ട് എവിക്ഷനിൽ സേവ് ആവുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ സായിയുടെ ഗെയിം തീർന്നു. കാരണം സായിയുടെ സ്റ്റാൻഡ് എന്താണ്, ബിഗ് ബോസിനകത്ത് സായി വന്നത് എന്തിനാണ്, സായിയെ കൊണ്ട് ഗെയിം കളിക്കാൻ പറ്റുമോ എന്താണെന്നൊക്കെ ഉള്ള കാര്യം സായി ഇന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സായി തീർന്നു. സായിയുടെ ഗെയിം സായി വ്യക്തമാക്കുന്നുണ്ട്. പുറത്തിരുന്ന് ഘോര പ്രസംഗിക്കും പോലെ അല്ല, സായി എന്താണെന്നുള്ളത് സായി ഇന്ന് വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ഫാമിലി എൻട്രിയാണ് വീട് കലക്കി മറിച്ചത്. അപ്സരയുടെ അമ്മയായാലും ഹസ്ബൻഡായാലും സ്നേഹയായാലും ഇവർ 3 പേരും, സത്യം പറഞ്ഞാൽ ഇവർ 3 പേരും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കണ്ടന്റില്ല. തുടക്കത്തിൽ ഇന്ന് ജാസ്മിനും അപ്സരയും കൂടെ ആയിട്ടുള്ള ഒരു ചിമിട്ടൻ അടി പൊട്ടി. ഭയങ്കര വലിയ ഒരു അടിയാണ് പൊട്ടിയിരിക്കുന്നത്. പിന്നെ കുറേ പേര് എനിക്ക് രാവിലെ മുതലേ കമൻറ്റ് ചെയ്തിരുന്നു, അടി പൊട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ അടി നടന്നു, ഫിസിക്കൽ അസോൾട്ട് നടന്നു എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയുന്നതെന്നാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പോയി നോക്കാം. ഡേ 1 മുതൽ, ഈ ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയ ഡേ 1 മുതൽ എന്തെങ്കിലും അടി നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്ക് നടക്കുമ്പോൾ അവിടെ ഒരു അടി നടന്നു, അവിടെ അടി പൊട്ടി എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്ക് വ്യൂ കൂട്ടാൻ വേണ്ടിയിട്ടല്ല. അടി നടന്നു അല്ലെങ്കിൽ വഴക്ക് നടന്നു എന്നുണ്ടെങ്കിൽ ഞാൻ വഴക്ക് നടന്നു എന്ന് ഞാൻ പറയാറില്ല. അടി പൊട്ടി ഞാൻ അങ്ങനെ പറഞ്ഞ് ശീലിച്ചതുകൊണ്ടാണ് അടി പൊട്ടി. ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നു, അപ്സരയും ജാസ്മിനോടുള്ള ഒരു ഭയങ്കര വലിയൊരു അടിയാണ് രാവിലെ പൊട്ടിയത്. അത് ഞാൻ തമ്പനയിൽ ഒന്ന് ഡിലീറ്റ് ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് പോയി നോക്കാം, അടി പൊട്ടി എന്ന് പറഞ്ഞിട്ട്. അല്ല, ഈ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയും. പിന്നെ PR കമൻറ്റുകൾ, ചീത്ത വിളികൾ, അയ്യോ ഇതൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്നാണ് കൂടുതൽ. ഫേസ്ബുക്കാണ് എൻ്റെ പൊന്നെ സപ്പു. പിന്നെ എന്ന് പറഞ്ഞൊരു പള്ളുവിളിയിൽ നേരത്തെ ആളുകൾ വിദ്യാഭ്യാസം ഇല്ലാത്ത കുറേ അമ്മാവന്മാരാണ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. അവർ പിന്നെ കൊച്ചുപിള്ളേ ചേട്ടാ മൊട്ടം ചീത്ത വിളിച്ചിട്ട് യൂട്യൂബിൽ മൊട്ടം ചീത്ത വിളിക്കുന്നു. ചേട്ടാ, മറ്റേ ചേട്ടാ, മറിച്ച ചേട്ടാ, ആനച്ചേട്ടാ, തേങ്ങ ചേട്ടാ. പിന്നെ PR, ഞാൻ വലിയ PR. ആരുടെ PR? ജിൻഡോയുടെ PR. ഇന്നലെ ജിൻഡോയുടെ ആയിരുന്നു, ഇന്ന് സിജോയുടെ ആയി. കാരണം സിജോയുടെ അമ്മ വന്ന് കരഞ്ഞല്ലോ. അതുകൊണ്ട് സിജോയുടെ അമ്മ വന്ന് കരഞ്ഞതുകൊണ്ട് ആ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ സിജോയുടെ PR ആയിട്ട് മാറി. പിന്നെ അപ്സരയുടെ PR, അയ്യോ ഇന്നലെ അപ്സര ഇന്ന് ടാസ്ക് കളിച്ച് അപ്സര ഒറ്റയ്ക്കാണ് ആ ടാസ്ക് കളിച്ചതെന്ന് ജയിച്ചത്. അപ്സര 4 മുട്ട കൊണ്ട് അവിടെ എത്തിക്കുന്നതുകൊണ്ടാണ് ടണൽ ടീം ജയിക്കുന്നത്. അതൊന്ന് പറഞ്ഞു പോയേ. അതിനു വേണ്ടി അപ്സരയുടെ PR ഞാൻ പിന്നെ എന്തോ ചെയ്യണമായിരുന്നു? അപ്പുറത്തെ ടീമിലുള്ള ജിൻഡോയാണ് ഈ ടണൽ ടീമിൻ്റെ മുട്ട പൊക്കി പിടിച്ച് അവരെ ജയിപ്പിച്ചതെന്ന് പറയണമായിരുന്നു. അതിനകത്ത് നടന്ന കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എനിക്ക് മാത്രം സംഭവിക്കുന്നതല്ല, എല്ലാ റിവ്യൂവേഴ്സിനും ഉണ്ട്. ഇത് ഭയങ്കര ടോക്സിസിറ്റി നിറഞ്ഞ സീസണാണ് കേട്ടാ. ഈ സീസൺ തീർന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ കാര്യമാണ് കേട്ടോണ്ടിരിക്കുന്നത്. വീട്ടിലിരിക്കുന്നവരെ വരെ തെറിവിളികൾ. തെറിവിളികളൊന്നും അല്ല, പറയാൻ പറ്റില്ല. യൂട്യൂബിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ പൂട്ടിച്ച് യൂട്യൂബ് വിടും. കാരണം അമ്മാതിരി ലെവല് ചെവി അടിച്ചു പോകും. അതൊക്കെ വായിച്ച് ഞാൻ ഇപ്പോൾ കമൻറ്റ് ബോക്സ് തുറക്കാറില്ല. നിങ്ങൾക്കറിയാം, ഞാൻ കമൻറ്റ് ബോക്സ് നോക്കുന്നത് വായിക്കുന്നത്. കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ എനിക്കപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ പേര് ചാനലിൽ ഇട്ടതേ ഇപ്പോൾ പ്രശ്നമായിട്ടിരിക്കുകയാണ്. കാരണം എൻ്റെ പേരെല്ലാവർക്കും അറിയാമല്ലോ. പേരെടുത്താണ് പുള്ളി അൻസിഫ് മോഞ്ചി മീഡിയ, അൻസിഫ് മറ്റേ മീഡിയ, അൻസിഫ് മറിച്ച മീഡിയ, അൻസിഫ് പേരെടുത്ത് ചീത്തവിളി. അയ്യോ ചെവി പൊട്ടിയിരിക്കുകയാണ്. എന്നാലും നിങ്ങൾ പണി തുടർന്നോളൂ. കമൻറ്റ് ബോക്സൊക്കെ ഒന്ന് ആക്റ്റീവായി കാണട്ടെ. 500 കമൻറ്റൊക്കെ വരുമ്പോൾ എനിക്കൊന്നും വായിക്കാനും നേരം കിട്ടുന്നില്ല. കമൻറ്റ് ബോക്സിലോട്ട് നോക്കാനോ എത്തിയോക്കാനോ ഒന്നിനും നേരം കിട്ടുന്നില്ല. വൈകിപ്പിക്കണ്ട, തുടങ്ങാം. ഇന്നത്തെ മെയ് 17-ാം തീയതിയിലെ ബിഗ് ബോസ് സീസൺ 6-ന്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡേ 68-ന്റെ. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ള പ്രധാന ഇൻസിഡൻറ്റ് രാവിലെ പറഞ്ഞ ജാസ്മിനും അപ്സരയായിട്ടുള്ള ഒരു അടിയാണ്. ഈ അടി അപ്സര പറയുന്നു, ഇവിടെ നടക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളിൽ താൻ ഇടപെടുന്ന അല്ലെങ്കിൽ താൻ ഇൻവോൾവ് ആകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ തൻ്റെ സ്റ്റാൻഡ് ആരും പറയുന്നില്ല എന്ന് പറയുന്നു. അപ്പം ജാസ്മിൻ പറഞ്ഞിട്ട് ചേച്ചി ആ പറഞ്ഞ തെറ്റ്, ചേച്ചിയുടെ കാര്യത്തിൽ എല്ലാവരും ഇടപെടുന്നൊക്കെ ഉണ്ട്, ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ തെറ്റെന്ന് പറഞ്ഞാണ് വലിയൊരു അടി പൊട്ടുന്നത്. ഭയങ്കര വലിയൊരു അടിയാണ്. 3/4 മണിക്കൂർ നീളുന്ന ഒരു അടിയാണ് പൊട്ടുന്നത്. അതിനുശേഷം നേരെ നമ്മുടെ ടാസ്ക്, ഇവർക്ക് ബോണസ് ടാസ്ക് 4 കൊടുക്കുന്നു. ഭയങ്കര കടുകട്ടിയായിരുന്നുള്ള ഒരു ടാസ്ക്കാണ്. അതവർ തോക്കുമെന്നുള്ള ലെവലിൽ തന്നെയാണ് ആ ടാസ്കുകൾ കൊടുക്കുന്നത്. ഇത്തി കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിലേ ആ ടാസ്ക് കളിക്കാൻ പറ്റുള്ളൂ. സൂപ്പറായിട്ട് ടണൽ ടീമും കളിക്കുന്നുണ്ട്, നമ്മുടെ ഡെന്ന ടീമും കളിക്കുന്നുണ്ട്, ജിൻഡോയുടെ ടീമും കളിക്കുന്നുണ്ട്.
പിന്നെ നമ്മുടെ ടണൽ ടീം കളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ടീം എന്നെടുത്ത് പറഞ്ഞതിനേക്കാളും നല്ലത് റസ്മിനും അപ്സരയും കളിച്ചു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. റസ്മിനും അപ്സരയും വേറെ ആരും ഒന്നും കളിക്കുന്നില്ല, വേറെ ആരെ കൊണ്ട് പറ്റുന്നില്ല ഇത് കളിക്കാനായിട്ട്. ആരെ കൊണ്ട് പറ്റുന്നില്ല? റസ്മിനും കളിക്കുന്നുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ അപ്സരയും കളിച്ചു. ഇവർ ഈ പറഞ്ഞ പോലെ റസ്മിന് ഒത്തിരി നെഗറ്റീവുണ്ട്. പക്ഷേ റസ്മിൻ ഇന്ന് അവിടെ ഇട്ട 4 ബോൾ ഇന്ന് റസ്മിൻ കൊണ്ട് 4 മുട്ട കൊണ്ട് റസ്മിൻ സേവ് ചെയ്തുകൊണ്ടാണ് ആ ടീമിന് 3 പോയിന്റ് കിട്ടിയത്. അവരെവിടെ നിന്നതാണ്? അവരിന്നലെ 4 പോയിന്റ് നിന്നതാണ്. അവർക്ക് 3 പോയിന്റ് റസ്മിൻ ഒറ്റയ്ക്ക് നിന്നാണ് കൊടുത്തത്. ജിൻഡോ കൊണ്ട് കൊടുത്തിട്ടില്ല, നന്ദൻ കൊണ്ട് കൊടുത്തിട്ടില്ല. റസ്മിൻ 4 ബോൾ കൊണ്ടിട്ടാണ് അവർക്ക് പോയിന്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ അപ്സര, സിജോ ഒന്നും ചെയ്തില്ല, സിജോയെ കൊണ്ട് പറ്റിയില്ല. സിജോ അവിടെ ചെയ്തപ്പോൾ അവിടെ തെറ്റിപ്പോയി, ഒരു രീതിയിൽ പറ്റിയില്ല. സിജോ ചെയ്തില്ല, സായിയെ കൊണ്ട് പറ്റിയില്ല. അപ്സര അവിടെ ഒരുമിച്ച് കഷ്ടപ്പെടുന്നത് 4 ഇറങ്ങിക്കൊണ്ടിട്ടിട്ടാണ് അവരുടെ ടീം മുന്നിലെത്തുന്നത്. അപ്പോൾ ആ 2 പേര് സത്യം പറഞ്ഞാൽ ടീമിനെ അല്ല അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ളത്, അപ്സരയും റസ്മിനെയാണ് അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ളത്. അത്ര അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും നോക്കി, അവരെ കൊണ്ട് പറ്റുന്നില്ല. തുടക്കത്തിലേ ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഈ മുട്ട താഴെ വീട് പൊട്ടുവാണ്. അത് താഴെ വീട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അടുത്ത അവർക്ക് കൈമാറണം. ഇത് കറങ്ങി വരുന്നതിനിടയ്ക്ക് പിന്നെ ഒരു ടീമിൽ 4 പേരുണ്ട്, 3 പേരുണ്ടെങ്കിൽ ഇത് കറങ്ങി വരുന്നതിനകത്ത് വെച്ച് ബസറടിക്കുകയാണ്. അപ്പോൾ പിന്നെ ഒന്നിനും സമയമില്ല. പീപ്പിൾ റൂമിനും നെസ്റ്റിനും ഒരെണ്ണം പോലും ശരിയാക്കാൻ പറ്റുന്നില്ല. പിന്നെ അപ്സരയും റസ്മിനും ആ ടീമുകളിൽ ഉള്ളത് കൊണ്ടാണ് ടണൽ ടീമും ഡെൻ ടീമിനും പോയിന്റുകൾ തന്നെ കിട്ടുന്നത്. ടണലിന് 3 പോയിന്റ് കിട്ടി, ഇപ്പോൾ ഉള്ള പോയിന്റിൻ്റെ കൂടെ അവർ മൊത്തം 8 പോയിന്റ്, ഏറ്റവും ടോപ്പിൽ അവർ നിൽക്കുകയാണ്. പക്ഷെ തൊട്ട് പിറകിൽ 7 പോയിന്റുകളായിട്ട് ഡെന്നും ഉണ്ട്, നെസ്റ്റും ഉണ്ട്. നെസ്റ്റിന് ഇന്നലെ കിട്ടിയ പോയിന്റ് ആയപ്പോഴേ 7 ഇന്നും കൂടി ഞാൻ പ്രതീക്ഷിച്ചു. ജാസ്മിൻ, അഭിഷേക്, ഋഷി, പിന്നെ അർജുൻ, ഇവർക്ക് 1 പോയിന്റെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇവരുടെ കൂടെ എത്തിയത്. 1 പോയിന്റെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഈ പറയുന്ന സിജോയുടെ കൂടെ എത്തിയാലേ, സിജോ ടീമിൻ്റെ കൂടെ. പക്ഷെ അവർക്ക് 1 പോയിന്റ് പോലും കിട്ടിയില്ല. അവരുടെ അശ്രദ്ധ മൂലം അത് പോയി. അപ്പോൾ ഇപ്പം ഏറ്റവും ടോപ്പിൽ ടണൽ ടീമാണ് നിൽക്കുന്നത്. പിന്നെ അതിനുശേഷമാണ് ഫാമിലി എൻട്രി വരുന്നത്. അപ്സരയുടെ അമ്മ വരുന്നു. എല്ലാവരുടെ അടുത്തും ഭയങ്കര കാര്യമാണ്, എല്ലാവരുടെ അടുത്തും. അഭിഷേകിന് മനസ്സിലാവുന്നു, ഞാൻ അമ്മയ്ക്ക് എഴുതിയ കത്ത് പുറത്ത് വൈറലായി, പുറത്ത് ഭയങ്കര സംഭവങ്ങളൊക്കെ ആയി, അതുകൊണ്ടാണ് എല്ലാവരുടെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് അഭിഷേകിന് മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര സ്നേഹം എല്ലായിടത്തും. പിന്നീടാണ് നമ്മുടെ അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി, എൻ്റെ പൊന്നെ നൈസ് എൻ്റർടൈനർ, വേറെ ഒന്നും പറയാനില്ല. വീട്ടുകാരെ ഫുൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു, എല്ലാവരോടും ഭയങ്കര കാര്യം വെക്കലും ഒക്കെയാണ്. സൂപ്പറായിരുന്നു, സൂപ്പർ പെർഫോമൻസ്. എല്ലാവർക്കും കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്സരയെ വിളിച്ചു കൊണ്ടുപോയി പറഞ്ഞു കൊടുക്കുന്നു. ആദ്യം നമ്മൾ സ്കൂൾ കലോത്സവം, പിന്നെ ഉപജില്ല, പിന്നെ അവിടുത്തെ ജില്ല, പിന്നെ സ്റ്റേറ്റ്, ആ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പം നീ കളിക്കണം, എല്ലാവരും സൂപ്പർ പ്ലേയേഴ്സാണ്. അപ്പം നീ കൂടെ കളിച്ചു കഴിഞ്ഞാലേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോകില്ല. ഇനി എല്ലാവരും ഫ്രണ്ട്സൊക്കെ തന്നെയാണ്, എല്ലാവരും കളിക്കാൻ വന്നിരിക്കുകയാണ്. എല്ലാവരും കളിക്കാൻ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യണം, നമ്മളും കളിച്ച് ജയിക്കാനാണ് വന്നിരിക്കുന്നത്. സോ ജയിക്കുക. അപ്പോൾ അപ്സര എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പണ്ടത്തെ പോലെ നീ ആക്റ്റീവ് ആവണം എന്ന് പറയുന്നത്. അപ്സരയുടെ അമ്മയെ പറയുന്നുണ്ട്, ആദ്യത്തെ 4 ആഴ്ചയോളം നിൻ്റെ ആക്റ്റീവൊക്കെ എവിടെ പോയി? അപ്പോൾ അതല്ല അപ്സര മെച്ചപ്പെടുത്തി വരുന്നതാണ് തോന്നുന്നത്. പിന്നെ ഉള്ളത് സായിയുടെ വൈഫാണ്. സായിയുടെ വൈഫ് വന്ന് സായി വിരട്ടും പോലെ സംസാരിക്കുകയാണ്. നിങ്ങൾ സീക്രട്ട് ഏജൻ്റ് അല്ലേ? സീക്രട്ട് ഏജൻ്റ് ആയിട്ടാണ് നിങ്ങൾ ബിഗ് ബോസിലേക്ക് വിളിച്ചത്, നിങ്ങൾ എന്തുകൊണ്ട് കളിക്കുന്നില്ല ഇവിടെ, നിങ്ങൾ എന്തുകൊണ്ട് ഗെയിം കളിക്കുന്നില്ല? അപ്പോൾ സായി പറയുന്നത്, ഒന്നാമത്തെ കാര്യം, എനിക്കിനി ആ പഴയ ജീവിതം വേണ്ട, എനിക്ക് സായി കൃഷ്ണനായിട്ട് വേണം ജീവിക്കാൻ. പുറത്തിറങ്ങി എനിക്ക് സായി ആയിട്ട് ജീവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സായി ഇവിടെ കാണിക്കുന്ന കാര്യം, എൻ്റെ കൺമുമ്പിൽ ഒരു തെറ്റ് നടന്നു, ഞാനത് പ്രതികരിക്കും. അല്ലാതെ എനിക്കിവിടെ കപ്പടിക്കണമെന്നോ എനിക്ക് അങ്ങനെ ചെയ്യണമെന്നോ ഇങ്ങനെ ചെയ്യണമെന്നോ ഒന്നുമില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ലൈഫിൽ ഒത്തിരി ദുശീലകൾ മാറി, ഒത്തിരി കാര്യങ്ങൾ ഞാൻ നേരെയായി, അതാണ് എനിക്ക് കിട്ടുന്ന ട്രോഫി. എനിക്ക് ഇവിടുത്തെ കപ്പല്ല ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സായിയുടെ വൈഫ് വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെ അല്ല, നിങ്ങളിവിടെ ഗെയിം കളിക്കാനാണ്, നിങ്ങൾ ഗെയിം കളിക്കണം. അല്ല സ്നേഹ, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്, ഞാൻ ഒരു നല്ല വ്യക്തിയായി, അതാണ് എൻ്റെ ട്രോഫി, അതാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ സായി എന്ന് പറയുന്ന ഒരു സൂപ്പർ ജെനുവിൻ സോളാണ്. അത് നമുക്ക് ഇതിനകത്ത് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ സായിയെ കൊണ്ട് ഗെയിം കളിക്കാത്തതല്ല സായിക്ക് ഗെയിം കളിക്കാൻ അറിയാം, സായി പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സായിക്ക് വേണ്ട, സായി ഗെയിം കളിക്കത്തില്ല. ബിക്കോസ് ഓഫ് സായിക്ക് സായിയായിട്ട് നിൽക്കണം. ഇവിടെ വന്ന് എൻ്റെ ഗെയിമിന് വേണ്ടി എൻ്റെ വ്യക്തിത്വം മാറ്റി വെച്ചുകൊണ്ട് ഞാൻ കളിക്കത്തില്ല, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ പുറത്ത് അവരെക്കുറിച്ച് അങ്ങനെ പറയും, ഇവരെക്കുറിച്ച് ഞാൻ അവരെ വിമർശിക്കും, അതൊക്കെ എൻ്റെ ജോലിയാണ്. പക്ഷേ ഞാൻ യഥാർത്ഥ സായി കൃഷ്ണൻ ഇങ്ങനെയാണ് എന്നാണ് സായി കളിക്കുന്നത്. സായിക്ക് പുറത്തിറങ്ങിയ നെഗറ്റീവ് വരത്തില്ല. കാരണം സായി ഇന്ന് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എപ്പിസോഡിലും
പിന്നെ ലൈവിലൊക്കെ ഉണ്ട്. പിന്നെ സായിയുടെ പട്ടി മരിച്ച കാര്യം സ്നേഹ പറയുന്നു. സായിക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു, അതിൻ്റെ വിഷമങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ സായിയുടെ അച്ഛൻ വീഡിയോ കോളിൽ വരുന്നു. അവർ തമ്മിൽ സംസാരം വയ്ക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയ ഒരു സംഭവം ഞാൻ പറയാൻ പാടില്ല. എന്തൊക്കെയോ സംതിങ് ഈസ് ദെയർ, എന്തൊക്കെയോ ചിന്ന ചിന്ന പ്രോബ്ലംസ് ഉണ്ട് അവരുടെ സംസാരത്തിൽ. നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. കാരണം അച്ഛൻ വന്ന് വീഡിയോ കോളിൽ നിൽക്കുമ്പോൾ സായി ഇത്രത്തോളം വീണ്ടും വീണ്ടും ആ കോൾ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ നമ്മൾ തമ്മിലൊരു പ്രശ്നമില്ല തീർന്നൊക്കെ പറഞ്ഞിട്ട് സായിക്ക് എന്തോ ഒരു ഇതുപോലെ. അപ്പോൾ എന്തൊക്കെയോ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അതൊന്ന് നമ്മളെ റിവ്യൂവിൽ ബാധിക്കുന്ന കാര്യങ്ങളല്ല, അതൊക്കെ അവരുടെ ജീവിതങ്ങളാണ്, അവരൊക്കെ എന്തോ ആയിക്കോട്ടെ. അപ്പം ടോട്ടൽ ഇന്നത്തെ എപ്പിസോഡ് സൂപ്പർ ഫൺ എൻ്റർടൈൻമെൻറ്റ് എപ്പിസോഡായിരുന്നു. ഈ പറഞ്ഞ പോലെ സായി തീർന്നു, സായിയുടെ ഗെയിം കളിക്കത്തില്ല സായി. പക്ഷേ സായിയുടെ സോൾ കൊണ്ട് സായി ഇവിടെ എത്തും. പക്ഷെ നമുക്ക് വേണ്ടത് സോളല്ല, നമുക്ക് പ്യുവർ സോളല്ല വേണം, നമുക്ക് ഗെയിമറിനെയാണ് വേണം. പക്ഷേ സായിയുടെ സോൾ കൊണ്ട് ഒത്തിരി വോട്ട് മറിയുകയും ചെയ്യും. സായി അങ്ങ് ലാസ്റ്റ് വീക്ക് വരെ എത്തുകയും ചെയ്യും. പക്ഷേ സോളിനെ അല്ല, നമുക്ക് ഗെയിമേഴ്സിനെയാണ് ആവശ്യം. ബിഗ് ബോസിൽ ഗെയിമേഴ്സിനെയാണ് ആവശ്യം, ഗെയിം കളിക്കുന്നവരാണ് ആവശ്യം. ഞാൻ പറയുന്നത് അപ്സര ഇന്ന് രാവിലത്തെ അടിയോടുകൂടി ആക്റ്റീവായി. ഇപ്പം ആൽബി വന്നിട്ട് കുറേ കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അത് കയറുവാണെങ്കിൽ അപ്സര പഴയ പവറിലോട്ട് തിരിച്ചു വരും. പണ്ടൊരു പവർ ഉണ്ടായിരുന്നില്ല, ആദ്യത്തെ 4 ആഴ്ചയിലെ പവർ. ആ പവർ ഇവർക്കൊക്കെ എന്ത് പറ്റിയതാണ്? ആദ്യത്തെ 4-5 ആഴ്ച ഭയങ്കര പവറായിരുന്നു. ഇപ്പം സിജോയ്ക്ക് നോക്കും. പക്ഷെ സിജോയുടെ കാര്യത്തിൽ സിജോയ്ക്ക് ആരും സ്പേസ് കൊടുക്കുന്നില്ല. സ്പേസ് കൊടുക്കുന്നില്ല പറഞ്ഞാൽ നമ്മളതിൻ്റെ സ്പേസ് ഉണ്ടാക്കാനുള്ള. സിജോ പോയി ഇപ്പോൾ ജാസ്മിൻ അടുത്തൊരു വഴക്ക് കൂടി, റസ്മിൻ അടുത്തൊരു വഴക്ക് കൂടി. അവർ പറയാണ് ഡേ സിജോ വരയുടെ അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മിണ്ടാതിരുന്നോളാം, അല്ലെങ്കിൽ അത് കണ്ടന്റ് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ സിജോ പറഞ്ഞാ തീർന്ന മിണ്ടാതിരിക്കുകയാണ്. അതുകൊണ്ടാണ് സിജോയ്ക്ക് കളിക്കാൻ പറ്റാത്തത്. ഇവർക്ക് സിജോയുടെ പവർ മനസ്സിലായതുകൊണ്ടാണ് സിജോ കളിക്കാൻ വരുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നത്, ഇവരെതിർക്കുന്നു. ഇവരൊന്നും വിടൂല. എത്ര നേരം എന്ന് പറഞ്ഞാൽ 2 കൈകൾ അടിച്ചാലേ ശബ്ദം ഉണ്ടാവുള്ളൂ, അപ്പോഴല്ലേ കണ്ടനാവുള്ളൂ. വേണ്ട, നീ എന്തോ പറഞ്ഞോ. അതുകൊണ്ടാണ് സിജോയുടെ ഗെയിം ഫ്ലോപ്പായത്. അത് വീട്ടുകാർ കറക്റ്റ് പൂട്ടി. പക്ഷെ സിജോ അത് എങ്ങനെ മറികടക്കും എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റിംഗ്. 1-2 പേര് മാത്രമേ സിജോ എന്തെങ്കിലും പറയുമ്പോൾ പ്രതികരിക്കുന്നുള്ളൂ, ബാക്കി ആരും പ്രതികരിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇനി ഗെയിമൊന്നും ഇല്ലടേ, ഇനി ഗെയിം ഇല്ല. കാരണം ഫാമിലി വീക്ക് കഴിഞ്ഞു. ഇനി ടിക്കറ്റ് ഫിനാലയുടെ വീക്ക് വരും. ആ ആഴ്ച മത്സരത്തിൻ്റെ ഒരു ഇതായിരിക്കും. പിന്നെ ഇല്ല, പിന്നെ പണപ്പെട്ടിയും എക്സ് കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രി ഒക്കെ. എവിടെ സമയം, എവിടെ സമയം ഇല്ല, ഒന്നുമില്ല. ഇനി ഒന്നുമില്ല, ഇനി കളിക്കാനൊന്നും ഒന്നുമില്ല. ഇപ്പം ഇരിക്കുന്ന ലെവൽ വെച്ച് ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. ഒന്നും പറ്റിയില്ല. ജിൻഡോ മര്യാദയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ല, അൺപ്രഡിക്റ്റബിൾ ആണ്. എന്തായാലും ഇപ്പം ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇത് എപ്പോൾ വേണമെങ്കിലും മാറും. പക്ഷേ ഇപ്പം ഇരിക്കുന്ന ലെവലിൽ ഗെയിമിൽ വലിയ മാറ്റമൊന്നും വന്നില്ല. ടാസ്കുകൾ കാര്യങ്ങളൊന്നും വരാതെ ഈ ഫാമിലി വീക്കും ടിക്കറ്റ് ഫിനാലെയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ പറഞ്ഞ കണക്ക് ഇങ്ങനെ പോകും. അല്ലെങ്കിൽ കുറേ ട്വിസ്റ്റുകൾ ടേൺസൊക്കെ വരണം. നമുക്ക് നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. രാവിലത്തെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ, ടേക്ക് കെയർ.